Hi, Namaste. Welcome back. Yes, welcome back to my channel Vintrader. ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷൻസിൽ നമ്മുടെ സ്റ്റോക്ക് കാണിച്ച പെർഫോമൻസ് ആണ്. 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ മാർക്കറ്റിലും ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് 29th ജനുവരിയിലെ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയ മാർക്കറ്റായിരുന്നു. ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് തിരിച്ച് ബ്രേക്ക് ചെയ്ത് അപ് ട്രെൻഡിലേക്ക് പോകുക തന്നെയാണ് ഉണ്ടായിരുന്നത്. 5800 കോൾ ഓപ്ഷനിൽ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. മോർണിംഗിൽ ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പണായി മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ മോർണിംഗിൽ അപ് ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് കുറച്ച് നേരം സൈഡ് വേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്രോക്സിമേറ്റ് 1 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറിയത്. അവിടെ നിന്നൊരു നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ 5800 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് കുറച്ച് നേരം സൈഡ് വേസ് ആയിരുന്നു. അവിടെ നിന്ന് ഒരു ഉച്ച കഴിഞ്ഞ ശേഷം 1 മണിക്ക് ശേഷമാണ് അവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയിരിക്കുന്നത്. അവിടുന്ന് 342 ബ്രേക്ക് ചെയ്ത നമുക്ക് പോർഷൻ നമുക്ക് അപ്രോക്സിമേറ്റ് 384 വരെയൊക്കെ പോയിട്ടുണ്ട്. 384 കഴിഞ്ഞിട്ട് പിന്നെ 99 വരെ പോയതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ചെറുതായിട്ടൊരു ഡൗൺ അടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് ഒരു സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ഇപ്പോഴും ആയിട്ടില്ല. നല്ലൊരു ട്രേഡ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡ് 3 ദിവസമായിട്ട് പോകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടും അല്ലെങ്കിൽ പ്രീമിയം ചാർട്ടും കൂടെ നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഈ സ്ട്രാറ്റജി എന്നുള്ളത് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്നത്തെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ ഇപ്പം ഇന്നത്തെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കിയാൽ കാണാം 3 ദിവസമായിട്ട് അപ് ട്രെൻഡ് തന്നെയാണ്. ഇടയ്ക്ക് ഇന്നലെ ഒരു സെല്ല് വന്നിരുന്നെങ്കിൽ നമുക്കത് കൺഫേം ആയില്ല. തിരിച്ച് കയറും എന്ന് സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വെർഷൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എക്സ്ട്രാ കളർ സൈഡ് വേസ് ആയിട്ട് ഈ ഓറഞ്ച്, ബ്ലൂ, വെള്ള, വൈറ്റ് ക്യാൻഡിൽ, ഹോളോ ക്യാൻസ് ഒക്കെ സൈഡ് വേസ് ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈറ്റ് ആയിട്ട്, റെഡാണ് സെല്ല്. അപ്പോൾ ഇത് ബൈ വരുന്ന സമയത്ത് നമുക്ക് ആ ക്യാൻഡിൽ കളർ താഴത്തെ ആ കൺഫർമേഷൻ ബാറും കൂടി ഒരുമിച്ച് വന്നോ നോക്കണം. ഇവിടെ നമുക്ക് കൺഫർമേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അവിടെ ധൈര്യമായി ട്രേഡ് എടുക്കാം. സിഗ്നൽ വന്നപ്പോഴേ ഓൾറെഡി കൺഫേം ആയതുകൊണ്ട് 5800 നമ്മൾ ട്രേഡ് എടുത്താൽ അത് നല്ലൊരു ഹൈക്ക് കയറി മാർക്കറ്റിൽ അപ്രോക്സിമേറ്റ് 5861 വരെ പോയിട്ട് നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. അതിന് തിരിച്ച് മാർക്കറ്റ് ഒന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ ലൈൻ മാത്രമായിട്ട് റെഡ് ആയതുകൊണ്ട് താഴെ മാറാത്ത സ്ഥിതിക്ക് തിരിച്ച് കയറും എന്ന് സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. ഇവിടെ പ്രോഫിറ്റ് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് രണ്ടാമത് കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. പക്ഷെ പിന്നീട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം അവിടുന്ന് ഗ്യാപ്പിൽ കയറുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ ട്രേഡ് വന്നിട്ടില്ല. പിന്നെ തിരിച്ച് മാർക്കറ്റ് പിന്നെ ഒരു റിട്രേസ്മെന്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റ് കയറി. ഒരു 1-1.5 കഴിഞ്ഞ ശേഷം നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. അവിടുന്ന് നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് കുറച്ച് സൈഡ് വേസ് ആണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ 5800 കോൾ ഓപ്ഷൻ ആണ്. അപ്പം നമ്മൾ ഏതാണോ സ്ട്രൈക്ക് അവിടെ വേണ്ടത് അത് കറണ്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 5900 800 നമ്മൾ ഏതാണ് കറണ്ട് സ്ട്രൈക്ക് വേണ്ടത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കൺസേൺഡ് സ്ട്രൈക്ക് നമുക്ക് ഇവിടെ നിന്ന് വ്യൂവിൽ സിമ്പിൾസിൽ നിന്ന് നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷൻ ഏതാണ് സ്ട്രൈക്ക് വേണ്ടത് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അവിടുന്ന് ഇപ്പം 5800 നല്ലൊരു അപ് ട്രെൻഡാണ് പോയിരുന്നത്. നല്ലൊരു ഹൈക്ക് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള പെർഫോമൻസ് ലൈവിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.